ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം കുറച്ച് നല്ല അടിപൊളി കോവയ്ക്ക ഇട്ടിട്ടുണ്ട്. ഈ കോവയ്ക്കയും കൊണ്ട് നല്ല മീൻകറി ഇട്ടിട്ട് ടേസ്റ്റിൽ ഒരു കോവയ്ക്ക കറി വെക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. എന്നാ നല്ല രുചികരമായ കറിയല്ലേ? ഇപ്പോൾ സമയം കളയാതെ നമുക്കത് അതൊക്കെ എങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 1/2 കിലോ കോവയ്ക്കാണ് അതിനെടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ 2 സൈഡ് എന്നിട്ട് കളഞ്ഞ് കണ്ടോ, 2ആയിട്ടോ 3ആയിട്ടോ, അതായത് വലുപ്പം കൂടുതലനുസരിച്ച് മുറിച്ചെടുക്കാവുന്നതാണ്. 2ആയിട്ടോ 3ആയിട്ടോ അല്ല 4ആയിട്ടോ ഒക്കെ മുറിച്ചെടുക്കാവുന്നതാണ്. ഇതേപോലെ ഈ ഒരു രീതിക്ക് വേണം അത് അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നത് എന്നുള്ള രീതിയിൽ അറിയാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. മീൻകറി ടേസ്റ്റിലല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതുപോലെ ചട്ടി തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക ആ ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കുക. ഒരു സവോള എടുക്കുക, അവിടെ അങ്ങോട്ട് എടുത്ത് അവിടെ അങ്ങോട്ട് അരിഞ്ഞിടുക. സവോളയ്ക്ക് വരെ ഉള്ളി, ചെറിയ ഉള്ളിയാണ് അതിന് ചേർക്കാവുന്നതാണ്. ആ സവോളയൊന്ന് ഞെരടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് കുറച്ച് പച്ചമുളകും കൂടെ കൊണ്ടിടാം. 2ആയിട്ട് മുറിച്ചങ്ങോട്ട്. അപ്പോൾ എരിവിനാവശ്യമുള്ള മുളക്, ഇത് ചെറിയ മുളകല്ല, ഒരു 4-5 എടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുടംപുളി വേണം. നമ്മൾ കുറച്ച് വെള്ളത്തിനകത്ത് ഇട്ടിരിക്കുകയായിരുന്നു. ആ വെള്ളവും കുടംപുളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടിയാണ്, ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കുറച്ച് മതി, 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് പൊടി വേണം. ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കും. 1-2 തണ്ട് കറിവേപ്പില അതുകൂടെ പിച്ചി കീറി അങ്ങോട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കൈ കൊണ്ടാണേലും ഒന്ന് ഞെരടി എടുത്താലും കുഴപ്പമില്ല. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം, കാരണം ഇത് ഒക്കെ ഒന്ന് വേഗണ്ടേ. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ഇതേപോലെ ഒന്ന് വെള്ളം മുകളിൽ നിൽക്കണം, ആ രീതി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചിട്ട് ചട്ടി അങ്ങോട്ട് വെക്കാം. ഇതൊന്ന് അടച്ചു കൊടുക്കുകയാണ്, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ അടപ്പിട്ടൊന്ന് മൂടിയതിന് ശേഷം നമുക്ക് കുറച്ച് അരപ്പൊക്കെ വേണം. ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടി വെച്ചിരിക്കുന്നത് അത് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു നാടൻകറിയല്ലേ. ഇനി നമുക്കിതിൻ്റെ അകത്ത് ഒരു 2-3 ഉള്ളി, കൊച്ചുള്ളി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരാം, അപ്പോഴത്തേക്ക് ഇത് റെഡിയാവും. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. കുടംപുളിയൊക്കെ ചേർത്ത് കറി വെക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ആ മീൻ കറിയുടെ ഒരു മണം കറക്റ്റ് അത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. നല്ലപോലെ തിളയായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കോവയ്ക്ക ഒരല്പം കൂടെ വേകാറുണ്ട്, കണ്ടില്ലേ, ഒരു കളറൊന്നും മാറിയിട്ടില്ല, ഇച്ചിരി കൂടെ വേകാറുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന് ഉപ്പോ പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പും പുളിയൊക്കെ നോക്കണം കേട്ടോ. നോക്കിയതിന് ശേഷം ഒന്നുകൂടെ നടച്ചു വെക്കുകയാണ്, കാര്യം കോവയ്ക്ക ഒന്ന് വേകണം.
ഒരു 3-4 മിനിറ്റ് കൊണ്ടിരിക്കട്ടെ, ചെറിയ ഇതിലിരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെക്കാം. ചെറിയ തീ കുറച്ച് വെച്ച ശേഷം ഇതൊന്ന് തുറക്കുകയാണ്. ഈ കോവയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. വെന്തതിന് ശേഷം ഇനി നമുക്ക് ഈ അരപ്പൂടെ അങ്ങോട്ട് ചേർക്കാം. ചെറിയ തീയിലാണ് നമ്മൾ അരപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ അരപ്പിൻ്റെ ആ പച്ചച്ചൊവ ഉണ്ടല്ലോ, അതൊന്ന് മാറണം. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും വാങ്ങി വെക്കുക. ചെറിയ തിളയൊക്കെ വന്നു. ഈ തേങ്ങയുടെ പച്ചച്ചൊവ മാറിയ ശേഷം താഴോട്ട് വെക്കുക. ഈ നാടൻ കറിക്കൊക്കെ കടുക് പൊട്ടിക്കുക, അല്ല താളിച്ചൊഴിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കറിക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഇത് ചീരിച്ചട്ടി വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണയൊക്കെ ചൂടായതിന് ശേഷം ഒരല്പം ഉലുവയാണ് ഞാൻ ചേർക്കുന്നത്. കടുക് ചേർക്കുന്നില്ല, പകരം ഉലുവ ചേർക്കുന്നത്. ഇത്തിരി ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 3-4 ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. 1-2 വറ്റൽമുളക് അതിവിടെ അങ്ങോട്ട് മുറിച്ചിട്ട് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ താളികളെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങ് നിർത്താം. തുറന്നിട്ട് നമുക്ക് ഈ താളിച്ച് അങ്ങോട്ട് ഒഴിക്കാം. ഇപ്പോൾ താളിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഈ നമുക്കറിയാമല്ലോ, ഈ മീൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. ഈ കറി കൂട്ടാത്ത ആൾക്കാർ, ഇറച്ചിയൊന്നും കൂട്ടാത്ത ആൾക്കാരുണ്ട്. വെജിറ്റബിൾ കറി മാത്രം ചോറിൻ്റെ അകത്ത് ഒഴിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. കാര്യം എന്താ വെച്ചാൽ ഒരു 4 കോവയ്ക്ക കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ നല്ലൊരു കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണിത്. പിന്നെ പണ്ട് കാലത്ത് തൊട്ടേ ഉള്ളൊരു കറി തന്നെയാണ്. മീൻ മേടിക്കാൻ കാശില്ലാതെ വരുമ്പോഴത്തേക്കും തൊടിയിൽ നിന്ന് 2-3 കോവയ്ക്ക വരച്ചിട്ട് ഇതുപോലെ നാടൻ കറി വെക്കും. നല്ല ടേസ്റ്റാണ് കറിക്ക്. ഇത് ചെയ്ത് കഴിച്ചിട്ടുള്ളവർക്കും അറിയാം അല്ലേ. രുചികരമായ ഒരു കോവയ്ക്കക്കറി, മീൻ കറിയുടെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് ഒരു കോവയ്ക്കക്കറി. തീർച്ചയായിട്ടും ഇത് ഏതായാലും പച്ചക്കറിയൊക്കെ വീട്ടിലെപ്പോഴും മേടിക്കുന്ന, ആരുടെ വീട്ടിലാണ് മേടിക്കാത്ത, എല്ലാ വീട്ടിലും മേടിക്കും. ഇപ്പോൾ പച്ചക്കറി മേടിച്ചില്ലേലും ഇപ്പോൾ വേലിപ്പാപ്പിലൊക്കെ കാണുമല്ലോ കോവയ്ക്ക. അതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കണ്ട, അല്ലാതെ തന്നെ കിളുക്കുന്ന. അപ്പോൾ തീർച്ചയായിട്ടും ഈ കോവയ്ക്കക്കറി നിങ്ങൾക്ക് എന്തായാലും ശരി ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്കക്കറിയാണ് കേട്ടോ. ഇത് ചെയ്ത് നോക്കുക. അറിയാൻ പറ്റാറൊക്കെ ഉണ്ട്, ചെയ്ത് നോക്ക്. ഇതേ ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.